ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ അഭിപ്രായ സമന്വയം വഴി തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലെ പാർലമെന്റ് സീറ്റുകളുടെ ശതമാനത്തെ അടിസ്ഥാനമാക്കിയാണോ അതോ ജനസംഖ്യാ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണോ പ്രോറേറ്റ വിതരണം നടത്തുന്നതെന്ന കാര്യത്തിൽ വ്യക്തത നൽകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് രീതിയായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നഷ്ടപ്പെടും. വിവിധ പദ്ധതികൾ പ്രകാരം ജനസംഖ്യ കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യം കുറയുന്നത് അനീതിയാണെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സീറ്റുകളുടെ ആനുപാതിക വിഹിതത്തിൽ കുറവ് വരാതെ വേണം പുനർനിർണയം നടത്തേണ്ടതെന്നാണ് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന നിലയുണ്ടാവരുത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്ന ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾക്കും കുടുംബാസൂത്രണ നയങ്ങൾക്കും അനുസൃതമായി ജനസംഖ്യ കുറച്ചു കൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ കുറവ് വരുന്നത് അനീതിയാണ്. ഇതിലെല്ലാം വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് പാരിതോഷികം നൽകുന്നതിന് തുല്യമാകും ആ തീരുമാനമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രോറേറ്റ അടിസ്ഥാനത്തിൽ അധിക മണ്ഡലങ്ങൾ ലഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. നിലവിലെ പാർലമെന്റ് സീറ്റുകളുടെ ശതമാനത്തെ അടിസ്ഥാനമാക്കിയാണോ അതല്ല ജനസംഖ്യാ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണോ പ്രോറേറ്റ വിതരണം നടത്തുന്നതെന്ന കാര്യത്തിലും വ്യക്തത നൽകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ രണ്ടു രീതിയിലായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യത്തിൽ കുറവുണ്ടാവുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 84ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് മണ്ഡല പുനർനിർണയത്തിന് 2031 ആദ്യ സെൻസസ് വരെ മരവിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ധൃതി പിടിച്ച നീക്കം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കി ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും അന്തസത്ത കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.